ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് കണ്ടുവരുന്നൊരു കാര്യമാണ് പൊസസീവ്നെസ്. അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആ ഒരു വ്യക്തിയെ നമ്മൾ ഒരുപാട് അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഈ പൊസസീവ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. എൻ്റെ പാർട്ട്ണർ അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണെന്നല്ല നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും മലയാളത്തിൽ ഈ വാക്കിന് എന്താണ് അർത്ഥമെന്ന് ശരിക്കും മലയാളത്തിലേക്ക് ഇതിനെ നോക്കുകയാണെങ്കിൽ പൊസസീവ്നെസ് എന്ന് പറയുന്നത് ഒരു ഉടമസ്ഥതാ മനോഭാവം, അധീനത, അല്ലെങ്കിൽ സ്വാർത്ഥമായിട്ടുള്ള ഒരു അവകാശവാദം, അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു അവകാശവാദം. ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയ വാക്കുകളാണ്. ആ വാക്കുകൾ തന്നെ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നിങ്ങളൊന്ന് ശരിക്കും നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. അതുപോലെ തന്നെ ഈ പൊസസീവ്നെസ് കൊണ്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മേലെ നിങ്ങളുടെ പങ്കാളിയാവാം, സുഹൃത്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളാകാം, ആര് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വസ്തുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് മേൽ അമിതമായിട്ടുള്ള ഒരു ഉടമസ്ഥ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു മനോഭാവമാണ് ഈ പൊസസീവ്നെസ് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് തൻ്റെ പങ്കാളിയോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റേത് മാത്രം എന്ന ചിന്ത അത്തരത്തിൽ വരുമ്പോഴാണ് ഇത് ഒരു പ്രശ്നകരമാകുന്നത്. അന്ന് ബന്ധങ്ങളിൽ ഈ പൊസസീവ്നെസ് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് തൻ്റെ പങ്കാളിയോടുള്ള സ്നേഹത്തിൽ ഇയാൾ എൻ്റേത് മാത്രമാണ് എന്ന ചിന്ത അത് വരുമ്പോഴാണ് ഇത് കൂടുതൽ പ്രശ്നകരമാകുന്നത്. ഇത് പലപ്പോഴും അമിതവും അല്ലെങ്കിൽ കൂടുതൽ അറ്റൻഷനും അല്ലെങ്കിൽ സ്നേഹം തനിക്ക് മാത്രം വേണമെന്ന നിർബന്ധം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നതിലേക്ക്, അതിലേക്ക് നിർബന്ധം പിടിക്കുന്നതിലേക്ക് ഇവരെ നയിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് അമിതമായിട്ടുള്ള സംശയം ഉണ്ടാവും എന്നാണ്. നമ്മുടെ പങ്കാളിയെ നിരന്തരം സംശയിക്കുക, എവിടെ പോകുന്നു, ആരെ കാണുന്നു എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെയുള്ള മറ്റൊരു ലക്ഷണമാണ് അവരെ നിയന്ത്രിക്കാനുള്ള ശ്രമം. നിങ്ങളുടെ പങ്കാളിയുടെ വസ്ത്രധാരണം, സുഹൃത്തുക്കള്, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയിലെല്ലാം അമിതമായി ഇടപെടുകയും അതെല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയെല്ലാം ചെയ്യും ഇത്തരത്തിലുള്ള ആളുകൾ. അതുപോലെയുള്ള മറ്റൊരു ലക്ഷണമാണ് അരക്ഷിതാവസ്ഥ, ഒരു ഇൻസെക്യൂരിറ്റി. പങ്കാളിയെ നഷ്ടപ്പെടുമോ അങ്ങനെയുള്ള ഒരു ഭയം, അതുണ്ടാക്കുന്ന ഒരു തീവ്രമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ. ഇത് പലപ്പോഴും അവർ പ്രകടിപ്പിക്കുന്നത് അസൂയ പോലെയുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും. ഇനി ഈ പൊസസീവ്നെസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു മനോഭാവത്തിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇത് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് പോയിന്റായിട്ട് പറയുന്നത് പൊസസീവ്നെസ് നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക എന്നതാണ്. നിങ്ങളിക്ക് നിങ്ങളെപ്പോലെ സ്വന്തമായ വ്യക്തിത്വവും സ്വാതന്ത്ര്യവും ആവശ്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെയും സ്വാതന്ത്ര്യത്തെയും വിലമതിക്കുന്നത് പോലെ അവരെയും മനസ്സിലാക്കുക. അതായത് നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ. പക്ഷേ തീർച്ചയായിട്ടും ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ വ്യക്തികളാണ് എന്നുള്ളത് മനസ്സിലാക്കി അവരുടെ വ്യക്തിത്വത്തിനും അവരുടെ ആ ഒരു ജീവിതത്തിനും വേണ്ട കുറച്ച് പ്രൈവസിയും കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് കൊടുക്കണം. അതുപോലെ ഇത്തരത്തിൽ പോസസീവ്നെസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സെക്കൻഡായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ആ അവകാശവാദം അത് ഉപേക്ഷിക്കുക എന്നതാണ്. ബന്ധം എന്നത് ഒരാൾ മറ്റൊരാളുടെ ഉടമസ്ഥയിലായിരിക്കുന്ന ഒന്നല്ല. സ്നേഹവും വിശ്വാസവും പരസ്പര ബഹുമാനവും എല്ലാം അടിസ്ഥാനമായിട്ട് നിന്നാൽ മാത്രമേ ഒരു ബന്ധം വളർന്നു വരികയുള്ളൂ. അതുപോലെ തന്നെ അത് നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ. പങ്കാളി നിങ്ങളുടെ ഒരു സ്വത്ത് ആണ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റുക. നിങ്ങളുടെ അവകാശമാണ്, അല്ലെങ്കിൽ ഇയാൾ എൻ്റെ മാത്രമാണ്, എല്ലാ കാര്യങ്ങളും ഇവർ എനിക്ക് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കണം ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ എനിക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, ഇവർ പുറത്തു പോകുന്നുണ്ടെങ്കിൽ പോലും അത് എൻ്റെ കൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവർ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിലും അത് ഞാൻ അറിഞ്ഞിട്ടായിരിക്കണം. അങ്ങനെയുള്ള ആ ഒരു ചിന്തകളെല്ലാം മാറ്റുക. അവരൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവർക്കൊരു ജീവിതമുണ്ട്, അവരെന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളതും നിങ്ങൾ കുറച്ചൊക്കെ കൺസിഡർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എപ്പോഴും ഇങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു വാദങ്ങളെല്ലാം നിർത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അടുത്ത പോയിന്റായിട്ട് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം വളർത്തുക എന്നതാണ്. അതായത് നിങ്ങളുടെ പങ്കാളിക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം നൽകുക. അത്തരത്തിലൊരു സ്വാതന്ത്ര്യം നൽകുന്നതോടുകൂടി
നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം സ്ഥാപിക്കുകയാണ്. എനിക്ക് നിന്നെ വിശ്വാസമാണ്, നീ അങ്ങനെ ചെയ്താലും ഞാൻ അതിനെക്കുറിച്ചൊന്നും വറീഡല്ല എന്നുള്ളതാണ് നിങ്ങളവിടെ വ്യക്തമാക്കുന്നത്. അത് നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം. അവരെന്നെ വിട്ടിട്ട് പോവുകയില്ല. ഇത് അവരുടെ ലൈഫിൽ അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളോട് സംസാരിക്കുന്നതൊന്നും എന്നെ ഇട്ടിട്ട് പോകാനൊരു കാരണമാകില്ല എന്നുള്ളത് ഉറച്ച വിശ്വാസം നിങ്ങൾക്കും വേണം. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള സംശയങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. അടുത്ത പോയിന്റ് നോക്കാം. അസൂയയുടെ കാരണം കണ്ടെത്താനാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ഇൻസെക്യൂരിറ്റി, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നിങ്ങളായിട്ട് തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ബാല്യകാല അനുഭവങ്ങളോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്ത എന്തെങ്കിലും ഇൻസിഡൻറ്റുകളോ, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻകാല ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതെല്ലാം ഇതിന് കാരണമാകും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് ഇതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തോന്നിയ ഒരു ബന്ധവും ഉണ്ടായിട്ടുണ്ടാവുകയില്ല. അത് ഈവൻ നിങ്ങളുടെ റിലേറ്റീവ്സോ പേരൻസോ അങ്ങനെയൊന്നുമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് കിട്ടിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. അങ്ങനെയുള്ള ആ എന്ത് റീസണാണ് എന്നുള്ളത്, ഇല്ല നിങ്ങൾ അവരെ കഴിഞ്ഞ് നിങ്ങൾക്ക് സൗന്ദര്യം കുറവാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളെ കഴിഞ്ഞ് സ്മാർട്ടാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതെന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. ആ അസൂയയുടെ കാരണം കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങൾക്കത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത പോയിന്റ് പറയുന്നത് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് തുറന്ന് സംസാരിക്കുക എന്നതാണ്. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഭയങ്ങളെക്കുറിച്ചും തോന്നലുകളെക്കുറിച്ചും എല്ലാം പങ്കാളിയുമായിട്ട് സത്യസന്ധമായിട്ടുള്ള ഒരു തുറന്നുള്ള സംസാരം, അത് ഏറ്റവും മികച്ച ഒരു കാര്യമാണ്. പരസ്പരം മനസ്സിലാക്കാനും പിന്തുണ നൽകാനും എല്ലാം സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല അവരതിനെ റിയാക്ട് ചെയ്യുന്നതും. നിങ്ങളുടെ കൂടെ കൂടുതൽ നിൽക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് ഇതുകൊണ്ട് ചിലപ്പോൾ സാധിക്കും. അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മൈൻഡ്ഫുൾനെസ്. അതായത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും എല്ലാം കൂടുതൽ ശ്രദ്ധിക്കാനും മൈൻഡ്ഫുൾനെസ് പോലെയുള്ള പരിശീലനങ്ങൾ അത് നിങ്ങളെ സഹായിക്കും. അതായത് നിങ്ങൾ എപ്പോഴും ബിസി ആയിട്ടിരിക്കുക എന്നൊരു രീതിയിലേക്ക് നിങ്ങൾ മാറുക. നിങ്ങൾ കൂടുതൽ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ വറിഡാകുന്ന കാര്യങ്ങൾ ചിന്തിക്കാൻ നിൽക്കുന്നതെല്ലാം വിട്ടിട്ട് നിങ്ങളെപ്പോഴും നിങ്ങൾ ബിസി ആയിരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്നത് തന്നെ നിങ്ങൾക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരും. ഇനി ഇത്തരത്തിലെല്ലാം നിങ്ങൾക്ക് ഒരു രീതിയിലും നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പോയിന്റായിട്ട് പറയുന്നത് നിങ്ങളൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു വ്യക്തിയുടെ സഹായം തേടുക എന്നതാണ്. ഈ മനോഭാവം നിങ്ങളുടെ ബന്ധത്തെ മോശമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെയോ സഹായം തേടുന്നത് വളരെ നല്ലതാണ്. അതൊരിക്കലും ഒരു തെറ്റായിട്ടോ മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. അവർക്ക് ശരിയായിട്ടുള്ളൊരു മാർഗ്ഗനിർദ്ദേശം നിങ്ങൾക്ക് നൽകാനായിട്ട് കഴിയും. പൊസസീവ്നെസ് കൊണ്ട് റിലേഷൻഷിപ്പിൽ ഒരുപാട് സഫർ ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു ടോപ്പിക് ചൂസ് ചെയ്തത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ആരോഗ്യകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ പൊസസീവ്നെസ് ഓവറാണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ളൂ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, അത് അപ്പാടെ ഉപേക്ഷിക്കുന്നതാണ് എന്തുകൊണ്ടും ഒരു റിലേഷൻഷിപ്പിന് നല്ലത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പങ്കാളി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. നിങ്ങളെപ്പോലെ തന്നെ അവരും വളർന്നു വന്നതും അതുപോലെ തന്നെ അവർ നിൽക്കുന്നതും അവർ ജോലി ചെയ്യുന്നതും അവരിടപഴകുന്നതും എല്ലാം വ്യത്യസ്തമായ സാഹചര്യങ്ങളായിരിക്കാം. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്തതോ ആയ കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ഇത്തരത്തിലൊരു വ്യക്തിയാണ്, നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ പോലും പ്രശ്നം ഉണ്ടാവുമെന്ന് എഴുതി പലപ്പോഴും പലരും മറച്ചു വെക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ നിങ്ങളുടെ അടുത്ത് മറച്ചു വെക്കാൻ ഇടവരുന്നുണ്ടെങ്കിൽ അവരെത്രത്തോളം ആ ഒരു ലൈഫിൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ആദ്യം എടുക്കുക. പക്ഷെ മോസ്റ്റ്ലി എല്ലാവരും ഫസ്റ്റ് നെഗറ്റീവിലേക്ക് പോകാറുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോയിലും നിങ്ങൾ കാണുമ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഞാൻ പെർഫെക്റ്റ് ആണ്, ഓക്കെ ആണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾക്കിതിൽ എന്തെങ്കിലും മാറ്റിയെടുക്കാനുണ്ടോ, നിങ്ങൾക്ക് ഇനിയും കൂടുതൽ പെർഫെക്റ്റ് ആവാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ടോ എന്നുള്ളത് നോക്കുക. അതുവഴി നിങ്ങളുടെ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.